ഗായ്സ് ഇന്ന് സൺഡേ അല്ലേ. സൺഡേക്ക് നിങ്ങൾക്ക് എന്തോ വിശേഷങ്ങൾ. എനിക്കിന്ന് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമാണ് ഇത് ഗായ്സ്. അപ്പോൾ ഞാൻ ഡാൻസ് കഴിഞ്ഞ് വന്നപ്പോൾ പപ്പ അവൻ്റെ ഇവിടെ ചിക്കൻ മേടിച്ച് വെച്ചേക്കുന്നു ഗായ്സ്. നമുക്ക് ഇപ്പോൾ ചിക്കൻ ബിരിയാണി എന്തൊക്കെയാണോ വക്കമോ. ആദ്യം നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഗായ്സ്. ഇച്ചിരി ചിക്കൻ, പിന്നെ ഇച്ചിരി കുഴിമര്, പച്ച വെളുത്തുള്ളി ചതച്ചതുണ്ട്, ഇഞ്ചി ചതച്ചതുണ്ട്, പിന്നെ ടൊമാറ്റോ ഉണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇടാം ഗായ്സ്. ഇട്ട് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇടണം ഗായ്സ്. നമുക്ക് ഇഞ്ചി ഇടണം. തിരിച്ച് ഇഞ്ചി ഇട്ടിട്ട് നല്ല പുളപ്പുള്ള തൈരാണ് ഗായ്സ്. അതുകൊണ്ട് നമ്മൾ കുറച്ചിടണം. നമുക്ക് 2 സ്പൂൺ തൈര് ഒഴിക്കാം. ഈ തൈരിനൊക്കെ ഗായ്സ് മാവ് പോലെയാണ് വീഴുന്നത് കേട്ടോ ഗായ്സ്. ഇങ്ങനെ വീഴും. നമുക്ക് ഉപ്പിടണം ഗായ്സ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഉപ്പിടാം ഗായ്സ്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇടാം ഗായ്സ്. ഇനി കുറച്ച് കുരുമുളക് പൊടി. ഇനി കുറച്ച് ഗരം മസാല ഇടാം. നമുക്ക് ഇനി കൈ കൊണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം ഗായ്സ്. നമ്മൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഗായ്സ്. അതുകൊണ്ട് എനിക്ക് കൈയൊക്കെ ചിക്കനൊക്കെ ആകുമ്പോഴേ നോന്ന് ഗായ്സ്. അപ്പോൾ അതായത് നമ്മൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഗായ്സ്. നമ്മൾ കുക്കറിലാണ് ചിക്കൻ വയ്ക്കുന്നത് ഗായ്സ്. പക്ഷേ എനിക്ക് തീ കത്തിക്കാൻ പറ്റുന്നുണ്ടോ, അതുകൊണ്ട് അമ്മ കത്തിച്ചിട്ടുണ്ട്. ഞാൻ കുക്കർ ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കണം ഗായ്സ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഗായ്സ്. അപ്പോൾ നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം ഗായ്സ്. അപ്പോൾ നമുക്ക് അരിഞ്ഞ് ഈ സവാളയെ കുറച്ച് വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് ഇത് സവാള എണ്ണയിലോട്ട് ഒഴിച്ച് ഇട്ട് കൊടുക്കാം ഗായ്സ്. നമുക്ക് നല്ലോണം ബ്രൗൺ കളർ വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഗായ്സ്. ഇത് ഇളക്കണം ഗായ്സ്. ഉള്ളി ശരിയാകുന്ന നേരത്തെ നമുക്ക് അരി വേവിക്കാം ഗായ്സ്. വേവിക്കാനുള്ള വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കുരുമുളകും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം ഗായ്സ്. ഇനി നല്ലോണം തിളക്കുമ്പോൾ നമുക്ക് അരി കഴുകി ഇട്ട് കൊടുക്കണം ഗായ്സ്. അരിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇടാം. ഇത്ര ഉപ്പാണ് വേണ്ടത്. നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇടാം. നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഗായ്സ്. നമുക്ക് കോരി മാറ്റാം. നമുക്ക് ആ എണ്ണയിൽ തന്നെ ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് ഇട്ട് ഗായ്സ്. മുന്തിരിങ്ങ ഇടണം ഗായ്സ്. ഇളക്കണം ഗായ്സ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇങ്ങനെ ഇളക്കണം. ഞാൻ ആ എണ്ണ തന്നെ നേരത്തെ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ഗായ്സ്. നേരത്തെ നമ്മൾ വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി കഴുകിയിടാം. ചേട്ടൻ വന്നത് ഗായ്സ്. നേരത്തെ ഏട്ടൻ കീബോർഡിന് ഉപയോഗിക്കായിരുന്നു. ഇപ്പോഴാണ് വന്നത് ഗായ്സ്. നേരത്തെ മാറ്റി വെച്ച സവാള എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഗായ്സ്. മുളകിട്ട് ഇനി ഇഞ്ചി ഇടാം. അത് ഗായ്സ് എനിക്ക് എപ്പോഴും ഇഞ്ചി എന്ന് പറയുമ്പോൾ വെളുത്തുള്ളിനെ ഞാൻ ഇഞ്ചി എന്ന് പറയും ഗായ്സ്. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഗായ്സ്. അപ്പം എൻ്റെ അമ്മ മിക്സ് ചെയ്ത് തരുന്നത് ഗായ്സ്. നമുക്ക് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം ഗായ്സ്. കടുകിന് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ മണവും മാറി വന്നിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്ര മുളക് പൊടിയാണ് ഗായ്സ്. നമുക്ക് നല്ല പൊടി ഇട്ട് കൊടുക്കാം ഗായ്സ്. മഞ്ഞപ്പൊടി ഇടാം ഗായ്സ്. ഒരുപാട് ഗ്രേവി ഒന്നും ആവാൻ പാടില്ല ഗായ്സ്. അങ്ങനെ എരിയായാൽ നമുക്ക് തിന്നാൻ ബിരിയാണിയിലൂടെ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഇത്തിരി കിട്ടുന്നത് ഗായ്സ്. നമ്മൾ നേരത്തെ എല്ലാം ഇട്ട് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഗായ്സ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് കുക്കർ അടിച്ച് വെച്ചിട്ട് നമുക്കൊരു ഓരോ വിസിൽ ഏൽപ്പിക്കാം ഗായ്സ്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ കുക്കറിന് ഒരു വിസിൽ വന്നിട്ടുണ്ട് ഗായ്സ്.
കുക്കറിൻ്റെ അതിനൊക്കെ പോയിട്ട് അമ്മ തോന്നിയപ്പോൾ എന്തൊരു മണമായിരുന്നു ഗായ്സ്. കുക്കറിൻ്റെ അകത്ത് ചോറ് ഇടാനുള്ള സ്പേസ് ഇല്ല ഗായ്സ്. അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ ചിക്കൻ തട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ചോറ് ഇടാൻ പോകുന്നത് ഗായ്സ്. ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഗായ്സ്. നല്ല മണവും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വേവിച്ച ചോറ് ഇച്ചിരി അതിൻ്റെ മുകളിലോട്ട് നിർത്തി കൊടുക്കാം. ചോറ് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കയ്യിൽ പിടിക്കാതെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഗായ്സ്. മുഴുവനായിട്ട് ചിക്കൻ്റെ പോലെ നേരത്തെ കൊടുക്കാം. ചോറിൻ്റെ മുകളിൽ തോന്നി നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഗായ്സ്. അതാണ് ടേസ്റ്റ്. നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ നല്ലതായിട്ട് നേരത്തെ കൊടുക്കണം. ആ ചോറിലൂടെ അണ്ടിപ്പരിപ്പൊക്കെ ചുവച്ചിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗായ്സ്. നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ച് അടച്ച് വെക്കണം. ഗ്യാസ് ഓണാക്കി തീ കുറച്ച് വെക്കണം. 4 മിനിറ്റ് തുറന്ന് നോക്കണം ഗായ്സ്. നല്ല ഒമ്പാടി മണം വരും. പിന്നെ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം ഗായ്സ്. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിരിക്കണം. ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെൽ ബട്ടൺ നോക്കിയിട്ട് ബൈ.